ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫിയുടെ റെസിപ്പിയുമായിട്ടാണ്. അത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, വിസ്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഒരു ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ബോട്ടിൽ ചെയ്ത് ഷേക്ക് ചെയ്തിട്ട് നമുക്കിത് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഡാൽഗോണ കോഫി റെഡിയാക്കിയെടുക്കാം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ടോ ഇതുപോലെ. ഇനി അതിലേക്ക് ബ്രൂഡ് ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു 4 ടേബിൾ സ്പൂണ് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം 4 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 4 ടേബിൾ സ്പൂൺ തന്നെ ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുപ്പിയൊന്ന് നന്നായിട്ട് അടച്ചതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ കളർ ചേഞ്ചായി വന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് നന്നായിട്ട് തന്നെ നമുക്കിതുപോലെ കിട്ടും, നല്ല ക്രീമി ആയിട്ട് ലഭിക്കും. അതിനുശേഷം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം നല്ല ചൂടുപാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കോഫി ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്ലാസിക് ഡാൽഗോണ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ചോക്ലേറ്റ് ഡാൽഗോണ കോഫിയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് കപ്പിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നല്ല ചൂട് പാൽ ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ ക്രീമും ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതും കഴിക്കാനായിട്ട്. പിന്നെ അടുത്തത് തയ്യാറാക്കുന്ന സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എസൻസ് ഒഴിച്ചിട്ടാണ്. അതിൽ കുറച്ച് ചോക്കോ ചിപ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ല ചൂടുപാൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കോഫി ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഡാൽഗോണ കോഫിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.